എന്താണ് പ്രോട്ടീൻ? വെയിറ്റ് ലോസിന് എത്ര പ്രോട്ടീൻ കഴിക്കണം? പ്രോട്ടീൻ പൗഡർ കഴിക്കണോ? പ്രോട്ടീൻ കൂടുതൽ കഴിച്ചാൽ കിഡ്നിക്ക് പ്രശ്നമുണ്ടാകുമോ? ഇതൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. ജിമ്മിൽ പോകുന്നവർക്ക് മാത്രമല്ല, എല്ലാവർക്കും പ്രോട്ടീൻ അത്യാവശ്യമാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. എന്താണ് പ്രോട്ടീൻ? പ്രോട്ടീൻ ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്കുകളാണ്. നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുന്നത് കല്ലും സിമെന്റും ഉപയോഗിച്ചിട്ടല്ലേ? അതുപോലെയാണ് പ്രോട്ടീനുകളും. നമ്മുടെ മസിലുകൾ, ബ്രെയിന്, അസ്ഥി, ഹോർമോണുകൾ എല്ലാത്തിനും പ്രോട്ടീൻ അത്യാവശ്യമാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പ്രോട്ടീൻ നിർബന്ധമാണ്. ഹെൽത്തി ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള മുടിക്കും സ്കിന്നിനും നഖത്തിനും ഒക്കെ പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ കിട്ടുന്നില്ലെങ്കിൽ ശരീരത്തിന് റിപ്പയർ ചെയ്യാനും സ്ട്രോങ് ആവാനും പറ്റില്ല. ഒരു ദിവസം എത്ര പ്രോട്ടീൻ വേണം? 1 കിലോഗ്രാം ബോഡി വെയ്റ്റിന് 0.8 ഗ്രാം എന്ന കണക്കാണ്. അതായത് 60 കിലോ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 48 ഗ്രാം പ്രോട്ടീൻ എല്ലാ ദിവസവും വേണം. ഒരു 2 മുട്ട, അതിൽ നിന്ന് ഒരു 12 ഗ്രാം. ഒരു കപ്പ് പയറ്, അതിൽ നിന്ന് ഒരു 18 ഗ്രാം. ഒരു ഗ്ലാസ് പാല്, അതിൽ നിന്ന് ഒരു 8 ഗ്രാം. ഒരു ചെറിയ ചിക്കൻ പീസ്, അതിൽ നിന്ന് 10 ഗ്രാം. ഇങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 48 ഗ്രാം പ്രോട്ടീൻ കിട്ടും. വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവർക്ക് പ്രോട്ടീൻ ഒരു സൂപ്പർ ഹീറോയെ പോലെയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ പ്രോട്ടീന് നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്, ലെപ്റ്റിൻ. ഈ ലെപ്റ്റിൻ ഹോർമോണിനെ പ്രോട്ടീൻ കുറയ്ക്കും. അതുകൊണ്ട് നമുക്ക് വിശക്കില്ല. അതുകൊണ്ട് പ്രോട്ടീനുള്ള ഭക്ഷണം കഴിച്ചാൽ, അതായത് കൂടുതൽ നമ്മുടെ രാവിലത്തെ ഭക്ഷണത്തിലൊക്കെ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ നമ്മുടെ വയറ് ഫില്ലായ ഒരു ഫീലിംഗ് തോന്നും, വിശക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് കുറയും. വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ പ്രോട്ടീൻ കഴിക്കണം എന്ന് പറയുന്നതിന്റെ മറ്റൊരു കാരണം, അത് ഫാറ്റിനെ കളഞ്ഞ് മസിലിനെ സ്ട്രോങ് ആക്കി വെക്കും. പെട്ടെന്ന് ഭക്ഷണം കുറച്ച് വെയിറ്റ് കുറയ്ക്കാനൊക്കെ ശ്രമിക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും, മസിൽ വീക്കായി തൂങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ ഈ വെയിറ്റ് കുറയുമ്പോൾ ഷേപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട്, മസിൽ സ്ട്രോങ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ കഴിക്കണം. അടുത്തൊരു കാരണം എന്ന് പറയുന്നത്, ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്യാൻ, അതായത് ദഹിക്കാൻ തന്നെ ഒരുപാട് എനർജി ആവശ്യമാണ്. കുറേ കാലറി ചെലവാകും. അതുകൊണ്ട് അതും വെയിറ്റ് ലോസിനെ സഹായിക്കും. അതുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക്, കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നവർക്ക്, സ്പോർട്സ് താരങ്ങൾക്കൊക്കെ കൂടുതൽ പ്രോട്ടീൻ കഴിക്കേണ്ടി വരും. 1 കിലോയ്ക്ക് 1 ഗ്രാം എന്ന രീതിയിൽ, മാക്സിമം പോയാൽ 1.5 ഗ്രാം ഒക്കെ നിങ്ങൾക്ക് പ്രോട്ടീൻ കഴിക്കാം. 60 കിലോ ഉള്ള ആള് ഒരു 60 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം കഴിക്കുക. പ്രോട്ടീൻ കിട്ടുന്ന ഈസി ആയിട്ടുള്ള നാച്ചുറൽ സോഴ്സുകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നോൺ വെജ് ആണെങ്കിൽ ചിക്കനിലുണ്ട്, മീനിലുണ്ട്, മുട്ടയിലൊക്കെ പ്രോട്ടീൻ ഉണ്ട്. നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ പാല്, തൈര്, പനീര്, പയറ്, കടല, ഗ്രീൻ പീസ്, സോയാബീൻ ഇവയെല്ലാം നല്ല പ്രോട്ടീൻ സോഴ്സുകളാണ്. പ്രോട്ടീൻ സോഴ്സുകളെ കുറിച്ച് നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് കണ്ടിട്ട് അതിന്റെ കമന്റുകളൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കാണുക. ഇന്ന് ഒരുപാട് പേര് പ്രോട്ടീന് വേണ്ടി പ്രോട്ടീൻ പൗഡർ കഴിക്കാറുണ്ട് അല്ലേ? അത്ലറ്റുകള്, അതുപോലെ ബോഡി ബിൽഡേഴ്സ്, നമ്മൾ തിരക്കായത് കാരണം പ്രോട്ടീനൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തവര്, സാധാരണക്കാരും പലരും പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കാറുണ്ട്. സാധാരണയായി ഇത് നാച്ചുറൽ സോഴ്സുകളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഏറ്റവും പ്രചാരമുള്ള പ്രോട്ടീൻ പൗഡറുകൾ പാലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. പാലിൽ 2 തരം പ്രോട്ടീൻ ഉണ്ട്, കഷീനും വേ പ്രോട്ടീനും. പാലിൽ നിന്ന് ഈ വേ പ്രോട്ടീൻ വേർതിരിച്ചിട്ടാണ് പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുന്നത്. ഈ വേ പ്രോട്ടീൻ പെട്ടെന്ന് ദഹിക്കും. അത് വർക്കൗട്ടിന് ശേഷമൊക്കെ ഉപയോഗിക്കാൻ അനുയോജ്യമാണ്. ഇത് മസിലുകൾ കൂടാനും മസിലുകളിൽ റിപ്പയറിംഗ് വർക്കുകൾ ചെയ്യാനും സഹായിക്കും. ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാൽ ഏകദേശം 25 ഗ്രാം മുതൽ 35 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അതിൽ 9 എസെൻഷ്യൽ അമിനോ ആസിഡും അടങ്ങിയിട്ടുണ്ട്. ഇനി പ്രോട്ടീൻ പൗഡറിന്റെ കുറച്ച് തെറ്റിദ്ധാരണകളെ കുറിച്ച് പറയാം. പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ വൃക്കകൾക്ക് പ്രശ്നമാണ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പ്രോട്ടീൻ പൗഡർ ആരോഗ്യമുള്ള ഒരാൾ കഴിച്ചാൽ, അതായത് അളവിനനുസരിച്ച് കഴിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷെ അധികമാകരുത്. 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന രീതിയിൽ 60 കിലോ ഉള്ള ആള് ഒരു 60 ഗ്രാം പ്രോട്ടീൻ ഒക്കെ എല്ലാ ദിവസവും അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഇതിന് ഏറ്റവും നല്ലൊരു മാർഗം, പ്രോട്ടീൻ പൗഡർ കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ചെയ്യേണ്ടത്, നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഒരു 80% നാച്ചുറൽ ആയിട്ടുള്ള ഫുഡിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ ഭക്ഷണം ക്രമീകരിക്കുക. എന്നിട്ട് ബാക്കി ഒരു 20% പ്രോട്ടീൻ പൗഡർ എടുക്കാം.
പ്രോട്ടീൻ പൗഡർ എന്നുള്ളത് ഒരിക്കലും ഭക്ഷണത്തിന് പകരമാകില്ല. കാരണം മറിച്ച് അതൊരു സപ്ലിമെന്റ് ആണ്. അങ്ങനെ അത് സപ്ലിമെന്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. എന്നാൽ അധികമായിട്ട് പ്രോട്ടീൻ ഉപയോഗിച്ചാൽ വൃക്കയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. പൊതുവേ പ്രോട്ടീൻ ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരുപാടായിട്ട് നമ്മൾ ഈ പ്രോട്ടീൻ അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡറുകൾ നമ്മുടെ ശരീരത്തിൽ എത്തുകയാണെങ്കിൽ അത് ശരീരത്തിന് ദഹിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. ചിലർക്ക് വയറുവേദന, ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വൃക്കകൾക്കും ബുദ്ധിമുട്ടാകും. വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രോട്ടീന്റെ അളവിനെ കുറിച്ച് നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കണം. പ്രോട്ടീൻ പൗഡറുകൾ വാങ്ങുമ്പോൾ ലേബലുകൾ വായിക്കുക. ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അതിൽ ഒരുപാട് ഫ്ലേവറുകളും പഞ്ചസാരയും ഒക്കെ കൂടിയ അളവിൽ ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ ലേബലുകൾ നോക്കിയിട്ട് പ്രോട്ടീൻ പൗഡർ ക്വാളിറ്റിയുള്ള നല്ല കമ്പനികളുടെ പ്രോട്ടീൻ പൗഡർ വാങ്ങി ഉപയോഗിക്കുക. ചില പ്രോട്ടീൻ പൗഡറുകൾ കൂടിയ അളവിൽ അയർ മെറ്റൽസ് അടങ്ങിയിട്ടുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ചില ജിമ്മുകളിൽ പ്രോട്ടീൻ പൗഡർ കൂടുതലായിട്ട് മസിൽ വളരാൻ വേണ്ടിയിട്ടും സ്ട്രോങ് ആയിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ സ്റ്റീറോയിഡും ഹോർമോണും ഒക്കെ ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അവയെല്ലാം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് ഏറ്റവും നമുക്ക് വിശ്വാസയോഗ്യമായ ഒരു കമ്പനിയുടെ പ്രോട്ടീൻ പൗഡർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സാധാരണക്കാരെ സംബന്ധിച്ച് നമ്മൾ മലയാളികൾ കൂടുതലും കാർബോഹൈഡ്രേറ്റ് ആണ് ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നത്. പ്രോട്ടീൻ പൊതുവെ കുറവാണ്. അതുകൊണ്ട് ഭക്ഷണത്തിൽ നിന്നുള്ള നാച്ചുറൽ പ്രോട്ടീൻ കൂടുതൽ കിട്ടിയിട്ട് നമുക്ക് കിഡ്നിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രോട്ടീൻ കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. വെജിറ്റേറിയൻസ് കുറച്ചും കൂടി ശ്രദ്ധിച്ച് ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. കാരണം വെജിറ്റേറിയൻ പ്രോട്ടീൻ സോഴ്സുകൾ കുറവാണ്. അതുകൊണ്ട് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവരുടെ അറിവിലേക്കായി വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് വെയിറ്റ് ലോസുമായിട്ട് എന്താണ് കൂടുതൽ അറിയേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി കമന്റിൽ അറിയിക്കുക. ലിവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.